ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴയ ബോട്ടിൽസ്, ഗ്ലാസ് ബോട്ടിൽസ് എങ്ങനെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രയോൺ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി പേസ്റ്റൽ കളേഴ്സ് ഇല്ല വെച്ചാൽ സാധാരണ ചോക്ക് ഉണ്ടല്ലോ, പല കളറുകളിലുള്ള ചോക്ക് മേടിക്കുക. സോ അതാവും നല്ലത്. പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ, ഒരു ഫണൽ, പിന്നെ ഉപ്പ് വേണം, പിന്നെ കുറച്ച് ഗ്ലിറ്റർ വേണം. പിന്നെ ഇത് പഴയ വല്ല പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പഴയ പാത്രം എന്താ വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് ഉപ്പ് എടുക്കുന്നുണ്ട്. ഈ ഉപ്പിൻ്റെ മീതെ ഈ പേസ്റ്റൽ കളേഴ്സ് ഉണ്ടല്ലോ, ഇത് എൻ്റെ കയ്യിലുള്ള കാരണമാണ് ഞാൻ ഈ പേസ്റ്റൽ കളേഴ്സ് എടുത്തത്. നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ചോക്ക് മേടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഈ ഉപ്പിൻ്റെ മീതെ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രയോൺ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ക്രയോണാണ്. അതിൻ്റെ കളറ് ഈ ഉപ്പിലേക്ക് പടരും. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റൽ കളേഴ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഇത് മേടിക്കണ്ട, സാധാരണ ചോക്ക് മേടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇത് ഉള്ളോണ്ട് എടുത്തു എന്നേ ഉള്ളൂ. ഈ ചോക്ക് ഇതേപോലെ ഇതിൻ്റെ ഉപ്പിൻ്റെ മീതെ റബ്ബ് ചെയ്യുമ്പോൾ ആ ചോക്കിൻ്റെ കളറ് ഈ ഉപ്പിലേക്ക് പടരും. സോ ഇപ്പം ഞാൻ എടുത്തത് ഒരു ഓറഞ്ചിഷ് കളറാണ്. ഇത് നന്നായിട്ട് ഉപ്പിലേക്ക് കളർ പിടിക്കുന്ന വരെ റബ്ബ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഗ്ലിറ്റർ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കളർ റെഡി ആയി കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് കേട്ടോ ഉപയോഗിക്കണത്. ഇനി അടുത്തത് ഞാൻ ഇതേ ക്വാണ്ടിറ്റിയിൽ അര ഗ്ലാസ് തന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു കളറാണ് എടുക്കണത്. ഇപ്പം ഞാനൊരു ഗ്രീനിഷ് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏത് കളർ വേണമെങ്കിൽ ആ കളർ എടുക്കാം. ചോക്കാണ് എടുക്കണമെന്ന് വെച്ചാൽ ചോക്ക് ഇതേപോലെ ഉപ്പിൻ്റെ മീതെ ഇട്ടിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ ഈ ഉപ്പിൽ നല്ല ഒരയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ കളർ വേഗം അതിലേക്ക് പിടിക്കും. സോ അതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ഗ്ലിറ്റർ ഈസിലി നമുക്ക് ഏത് ക്രാഫ്റ്റ് സ്റ്റോറിൽ വേണമെങ്കിലും മേടിക്കാൻ കിട്ടും. പിന്നെ ഉപ്പ് നമുക്ക് എപ്പോഴും വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഗ്ലാസ് ബോട്ടിൽ, ഏതെങ്കിലും ഒഴിഞ്ഞ ഗ്ലാസ് ബോട്ടിൽ, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാത്ത ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അല്ലാച്ചാൽ വേറെ എന്തെങ്കിലും നമുക്കതിൽ അങ്ങനെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാണ്ട് ഒരു കോർക്ക് വെച്ചിട്ട് അടച്ചിട്ട് അത് അങ്ങനെ തന്നെ വെക്കാം. ഒരു നല്ലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് ഇതിനെ ഉപയോഗിക്കാം. വീട്ടിലെവിടെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക, പല കളേഴ്സ് എടുക്കുക, മാറ്റി എടുക്കുക. സോ ഏകദേശം ഒരു കുപ്പിയിൽ കൊള്ളാവുന്ന അത്ര ഉള്ള ധാരണയിൽ എടുക്കുക. വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിറയ്ക്കാം കുപ്പിയിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര വേണമെന്നുള്ള ഐഡിയ കിട്ടും. ഞാൻ ഓൾറെഡി കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉപ്പിൽ നിന്ന് എടുത്തിട്ട് ഞാനിങ്ങനെ കളറാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് കുപ്പിയിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെന്നുള്ള കണക്ക് നമുക്ക് അപ്പം തന്നെ കിട്ടും. ഇനി ഞാൻ കുപ്പിയുടെ മീതെ ഒരു ഫണൽ വെച്ചിട്ട് കുറച്ച് അതിൽ നിന്ന് ഞാൻ അര ഗ്ലാസ് ആണല്ലോ ഇങ്ങനെ കളറാക്കി എടുത്തിരിക്കണം ഈ ഉപ്പ്, അതിൻ്റെ പകുതി മാത്രം ആഡ് ചെയ്യാണ്. അതിനുശേഷം അടുത്ത കളർ എടുത്തിട്ട് പകുതി മാത്രം ആഡ് ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാം, വീഴുമ്പോൾ അതൊരു സ്ലാൻഡിങ് ആയിട്ടാണ് വീഴുക. അത് അങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്തി ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അങ്ങനെ നിർത്തണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന ഗ്ലാസ് ബോട്ടിലാണെങ്കിലാണ് അങ്ങനെ നിർത്തുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഇത് നീളമുള്ള ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് ഞാൻ സ്ലാൻഡിങ് ആയിട്ട് വീഴുന്നത് ഒന്ന് തട്ടി നേരെ ആക്കിയാണ്. ഇനി നമ്മൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കളറുകൾ ഇതേപോലെ മാറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര കാലം വേണമെങ്കിലും ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഈ ക്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ട് ഒരു രണ്ട് വർഷമായി തോന്നുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ധാരണയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ കാണില്ലേ, അത് നമ്മൾ ജൂട്ട് വെച്ചിട്ട്, അതായത് നമ്മുടെ സാധാരണ ചരട് ഇങ്ങനെ ഗ്ലാസിൻ്റെ മീതെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് പലതരത്തിൽ പഴയ ബോട്ടിൽസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇനി വേറെ വീഡിയോസ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരമാവും. സോ ഇതേപോലെ ഗ്ലാസ്സിൽ കംപ്ലീറ്റ്ലി നിറച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുൾ ഡെക്കറേറ്റീവ് പീസാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ഒരു ചിലവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഡെക്കറേറ്റീവ് പീസായിട്ട് വെക്കാം. ലൈക്ക് TV സ്റ്റാൻഡിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഒരു കോർണറിലായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം.
കേട്ടോ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.